നീയൊക്കെ ഓസിന് ഫുഡ് കഴിക്കുന്നവന്മാരല്ലേ? കേരളത്തിലെ മിക്കവാറും ബ്ലോഗേഴ്സൊക്കെ ഓസിന് ഫുഡ് തട്ടിയിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇപ്പം എന്നെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് യൂട്യൂബർമാരെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ഞാൻ ആലപ്പുഴയാണ്. ഈ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം പല ഭാഗങ്ങളിലും ഞാൻ സഞ്ചരിക്കാറുണ്ട്. എൻ്റെ നാട്ടിൽ നിന്നും ആ സഞ്ചരിക്കുന്ന സ്ഥലത്തേക്കുള്ള പെട്രോള്, എൻ്റെ കൂടെ വരുന്ന ആളുടെ ചിലവ്, അങ്ങനെ അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പം മൂക്കുമുട്ട നമ്മൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ വയറ് നിറച്ച് നമ്മൾ കഴിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ കാശ് കൊടുക്കാതെ പോകുന്നത് ചെറ്റത്തരമാണ്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് കഴിച്ച ഭക്ഷണത്തിൻ്റെ ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഈ കമൻറ്റ് കണ്ടില്ലേ? ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർക്ക് കുറച്ച് ക്രിമേഡിയുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കുക, എന്നിട്ട് മിക്കവാറും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയുടെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഓസിന് ഫുഡ് കഴിക്കുന്നവരല്ലേ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നിങ്ങൾക്കറിയാം, നല്ല ചൂടാണ്. ഞാൻ മിക്കവാറും ബൈക്കിലാണ് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. വഴിയിൽ കാണുന്ന ആൾക്കാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് പോകാറുണ്ട്. പണ്ടൊരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ആൾക്കാരുടെ സംരംഭങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ബൈക്കിൽ നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യാനുണ്ട്. ചൂടിനെയോ തണുപ്പിനെയോ ഒന്നും വകവെക്കാതെ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടാണ് ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പം ഓരോ ക്രിയേറ്റർമാർ നല്ല കഷ്ടപ്പാടുണ്ടാകും. കാരണം വീഡിയോകൾ നേരിട്ട് പോയി ഷൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്യുക. ചിലപ്പം പാതിരാത്രി വെളുപ്പാങ്കാലം വരെയൊക്കെ ഇരുന്നിട്ടായിരിക്കും ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓരോ ക്രിയേറ്റർമാർക്കും അത്രത്തോളം എഫർട്ട് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കമൻറ്റ് ചെയ്യുന്ന, നെഗറ്റീവ് പറയുന്ന, ഫേക്ക് ഐഡികളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ചില ആൾക്കാർ, എനിക്കറിയാവുന്ന മിക്കവാറും ക്രിയേറ്റർമാരുണ്ട് കേരളത്തിൽ. അവരൊക്കെ മാന്യമായിട്ട് ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇനി ആരെങ്കിലും, ഈ പുതിയ കുറച്ച് ചാനലുകളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ക്യാഷ് കൊടുക്കാതെ ഫുഡ് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പം അത് ബാധിക്കുന്നതെന്ന് പറയുമ്പം മൊത്തത്തിലുള്ള ക്രിയേറ്റർമാരെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ കൂടെ ഉണ്ടാകണം. അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങളിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ എത്തും കേട്ടോ.